ഇവിടെ മെക്കദോനിയ പുരുഷൻ വന്നിട്ട് പറയുക, പൗലോസേ നീ മെക്കദോനിയയിലോട്ട് വരണം. மக்கதோனியாவிலிருந்து ஒரு மனிதன் வந்து பவுலிடத்தில் சொல்லுகிறான், பவுலே நீ மக்கதோனியாவுக்கு வர வேண்டும் என்று. ദയവായി വന്നേ പറ്റൂ, தயவு செய்து வா என்று கூறுகிறான். ഹല്ലേലൂയ. വന്ന് നിലവിളിച്ചത് ഒരു പുരുഷനാണെങ്കിലും ഡെലിവർ നടന്നത് സ്ത്രീകളുടെ മേലാണ്. வந்து வேண்டிக் கொண்டது ஒரு புருஷனாயிருந்தாலும் அங்கே விடுதலை நடைபெற்றது பெண்களுக்கா. അല്ലേ? സ്ത്രീകൾ നിലവിളിക്കുമ്പോൾ പുരുഷന്മാർ മാനസാന്തരപ്പെടും. ஸ்திரீகள் வேண்டிக் கொள்ளும் போது புருஷர்கள் விடுதலையாக்கப்படுவார்கள். ഹല്ലേലൂയ. അപ്പോൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. அப்போ உங்க கணவருக்காக நீங்க ஜெபிக்கணும். കണവന്മാർക്ക് വേണ്ടി ജപിക്കണം. അവരോട് വഴക്കുണ്ടാക്കാനല്ല പോകേണ്ടത്. கணவரிடத்தில் சண்டை போட வேண்டாம், நீங்கள் அவருக்காக ஜெபிக்க வேண்டும். ഹല്ലേലൂയ. ஹல்லேலூயா. ഇവിടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഹസ്ബൻഡിനെ കാണുക. இங்கே நாம் காண்கிறோம் ஒரு மனைவிக்காக ஜெபிக்கிற ஒரு புருஷனை. ഞാൻ ഈ ചരിത്രത്തെ ഒന്ന് പഠിച്ചപ്പോ, நான் இந்த சரித்திர வரலாறை ஒரு முறை படித்த போது, ഹല്ലേലൂയ, ഞാൻ ചോദിച്ചു എന്തിനാ ഈ മെക്കദോനിയയിൽ നിന്ന് ഈ പുരുഷൻ ഇവിടെ വരാൻ കാരണം? எதனால மக்கதோனியால இருந்து ஒரு புருஷன் இங்க வர காரணம்? ഹല്ലേലൂയ. മെക്കദോനിയയിൽ ആ കാലഘട്ടത്ത്, மக்கதோனியாவில் அந்த காலகட்டத்தில் ഒരു സ്ത്രീ ദൈവം ഉണ്ടായിരുന്നു. സ്ത്രീ ദൈവം, ஒரு பெண் தெய்வம் உண்டாயிருந்தாள், ദേവത, ஒரு தேவதை. ഈ ദൈവത്തെ വർഷത്തിൽ ഒരു ദിവസം അവർ സെലിബ്രേറ്റ് ചെയ്യും, ഫെസ്റ്റിവൽ നടക്കും. இந்த பெண் தெய்வதையை வருஷத்திற்கு ஒரு நாள் அவர்கள் வந்து கொண்டாடுவார்கள். ഒരു ഫെസ്റ്റിവൽ സീസൺ. അന്ന് ஒரு பண்டிகை போல സ്ത്രീകളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് സ്ത്രീകൾ മാത്രം ആരാധിക്കുന്ന ഒരു ദൈവത. അതിൽ പുരുഷന്മാർക്ക് യാതൊരു അവകാശവും ഇല്ല. அன்று பெண்கள் எல்லாவரும் கூடி பெண்கள் மாத்திரம் அந்த தேவதையை ஆராதிப்பார்கள். அங்கு புருஷன்மார்களுக்கு எந்த வேலையும் இல்லை. ഹല്ലേലൂയ. പുരുഷന്മാർ ആരാധിക്കാൻ പാടില്ല. புருஷன்மார் அந்த தேவதையை வணங்க கூடாது. സ്ത്രീകളാണ് ഈ ദേവതയെ ആരാധിക്കുന്നത്. பெண்களை அந்த தேவதையை ஆராதிக்க வேண்டும். ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഈ ഫെസ്റ്റിവലിന് ഉണ്ടായിരുന്നു. அரசாங்கத்தின் உதவியும் இந்த பண்டிகைக்கு உண்டாயிற்று. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കരങ്ങളെ ഉയർത്തി ദൈവനെ സ്തോത്രിയുങ്ങൾ. ഗവൺമെന്റ് ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്, ഈ പർട്ടിക്കുലർ ഡേ 24 hours സ്ത്രീകൾക്ക് എന്ത് വേണോ തങ്ങളുടെ പുരുഷന്മാരോട് ചെയ്യാം. அரசாங்கம் ஒரு ஆணையிட்டது, இந்த ஒரு நாள், இந்த 24 மணி நேரம் பெண்கள் என்ன வேண்டுமானாலும் தங்கள் புருஷர்களுக்கு செய்து கொள்ளலாம். ഹല്ലേലൂയ. പുരുഷന്മാർ തിരിച്ച് പ്രതികരിക്കാൻ പാടില്ല. புருஷன்மார் அதை எதிர்த்து முறையிட முடியாது. അതുകൊണ്ട് ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്നറിയാമോ? அதனால பெண்கள் என்ன செய்தார்கள் தெரியுமா? ഈ 24 മണിക്കൂറും പുരുഷന്മാരെ എടുത്തിട്ട് ഇടിച്ച് ഇടപാട് തീർക്കും. இந்த 24 மணி நேரமும் ஆண்களை அடித்து உதைத்தார்கள். ഹല്ലേലൂയ. പിച്ചി മാന്തി നുള്ളി ഇടിച്ച് നല്ല ശരിയാക്കും. அவங்களை குத்தி குடைந்து മാന്തി പൊളിച്ച് ഒരു പരുവാക്കും. அவங்களை ஒரு வழியாக்கினார்கள் அந்த 24 மணி நேரம். 364 ദിവസം ഉപദ്രവിക്കുന്നതിനെല്ലാം കൂലി ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കും. 364 ஆண்கள் துன்பப்படுத்துறதுக்கு பதிலா அந்த ஒரு நாள் எல்லாவற்றையும் திருப்பி கொடுத்தார்கள். ഇത് ചരിത്രമാട്ടോ, ഹിസ്റ്ററിയാ ഇത്. കറക്റ്റ്. இது சரித்திரம், നടന്ന സംഭവം. இது நடந்த சம்பவம் தான். ഇങ്ങനെ രക്തം ഒഴുകി വന്ന ഒരുത്തനാണ് പൗലോസിന്റെ ദർശനത്തിൽ വരുന്നത്. இப்படி ரத்தம் சொட்ட சொட்ட வந்த ஒருவன் தான் பவுலின் தரிசனத்தில் வந்தவன். അയ്യോ എന്റെ ഭാര്യ എന്നെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് അനങ്ങാൻ വയ്യ, എന്റെ പൊന്നു പൗലോസെ വന്ന് രക്ഷിക്കെന്ന് പറഞ്ഞ് വിളിക്കുന്ന വിളിയാണ് താൻ ദർശനത്തിൽ കേൾക്കുന്നത്. பவுல் தரிசனத்தில் என்ன கேட்டார் என்றால், இந்த மனிதன், ஐயோ என்னுடைய மனைவி என்னை அடித்து உதைக்கிறாள், நீர் வந்து காப்பாற்றும் என்று. എന്റെ ഭാര്യയെ ഭയങ്കര ശല്യം ചെയ്യുകയാണ്, என்னுடைய மனைவி மிகவும் என்னை അതുകൊണ്ട് എങ്ങനെയെങ്കിലും മെസ്സപ്പൊട്ടേമിയയിൽ വന്ന് രക്ഷപ്പെടുത്തണമേ എന്നുള്ള നിലവിളിയാണ് പൗലോസ് കേൾക്കുന്നത്. எப்படியாவது இங்க மக்கதோனியால வந்து என்னை காப்பாற்றும் என்ற வேண்டுதல் தான் பவுல் தரிசனத்தில் கேட்கிறார். അങ്ങനെ ഈ ദർശനത്തിനനുസരിച്ച് മെക്കദോനിയയിൽ പൗലോസ് കാല് ചവിട്ടുമ്പോൾ, அப்படி இந்த தரிசனத்தை கண்டு பவுல் அந்த மக்கதோனியா பட்டணத்தில் கால் படும்போது ഒരു സ്ത്രീയുടെ ഭൂതമിളകി. ஒரு ஸ்திரீயிலிருந்து பிசாசானவன் இறங்கினான். ആ ഭൂതമാണ് പൗലോസിന്റെ പുറകെ വന്നത്. அந்த பிசாசு பிடித்த ஸ்திரீ பவுலின் பின்னாடியே வந்தாள். ആ ദേവത ഇരുന്ന സ്ത്രീയാണ് പൗലിന്റെ പിന്നാലെ ഫോളോ ചെയ്യുന്നത്. அந்த தேவதை இறங்கிய பெண் தான் பவுலை പിന്തുടർന്നാൾ. ഹല്ലേലൂയ. അവളെയാണ് പൗലോസ് തിരിഞ്ഞു നോക്കിയിട്ട് ഭൂതത്തെ ശാസിച്ച് പുറത്താക്കിയത്.
அந்த பெண்ணை தான் பவுல் திரும்பி பார்த்து அந்த பிசாசை வெளியே தள்ளினான். കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. கைகளை தட்டி தேவனை ஸ்தோத்திரிப்போம். ഹല്ലേലൂയ. ஹalleluya. ആ ഭൂതം പോയ ഉടനെ ആ പട്ടണത്തിൽ ഒരു ക്രോസ് ഓവർ നടന്നു. அந்த பிசாசானவன் அந்த பெண்ணை விட்டு போன பிறகு அந்த பட்டணத்தில் ஒரு கடந்து செல்லுதலின் அனுபவம் உண்டாயிற்று. ലിദിയയുടെ ഹൃദയത്തെ ഓപ്പൺ ചെയ്യുന്നു. லீதியால் தன்னுடைய இருதயத்தை திறக்கிறாள். Who is ലിദിയ? லீதியால் என்பவள் யார்? ഹല്ലേലൂയ. പർപ്പിൾ ക്ലോത്ത് വിറ്റ് നടന്നവളാ ആരെ? ലിദിയ. രക്താംബരം വിற்றവൾ தான் ലീദിയാൽ. രക്താംബരം എന്ന വാക്കിന്റെ അർത്ഥം പർപ്പിൾ അതിന്റെ പർപ്പിൾ ക്ലോത്ത്, അത് വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് പർപ്പിൾ ക്ലോത്ത് എന്ന് പറയുന്നത്. രക്താംബരം என்றால் அது ஒரு பர்பிள் துணி, அது வந்து மிகவும் விலை உயர்ந்த துணியாகும். ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ബിസിനസിന്റെ പരാജയങ്ങൾ മാറി. பவுல் ஜெபித்த போது அவருடைய தொழிலில் இருந்த எல்லா பிரச்சனைகளும் மாறியது. ലിദിയ എന്ന വാക്കിനതാണ് സക്സസ് ആൻഡ് വെൽത്തി വുമൺ. ലീദിയാൽ என்றால் வெற்றி மற்றும் செல்வ செழிப்பானவள். എല്ലാവരും പറഞ്ഞേ, അടുത്തിരിക്കുന്നവരെ കൈ പിടിച്ചിട്ട് പറഞ്ഞേ, പക്കത്തിലിരിക്കുന്നവരെ കൈ പിടിച്ച് சொல்லுங்க. പ്രവചിച്ചു പറ, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, വെற்றிയും സെൽവം. എല്ലാവരും പറഞ്ഞേ, സക്സസ് ആൻഡ് വെൽത്തി. വെற்றி and സക്സസ് ആൻഡ് വെൽത്തി. സക്സസ് ആൻഡ് വെൽത്തി. ബിസിനസ് ചെയ്യുന്നവരൊന്ന് കൈ ഉയർത്തി. ബിസിനസ് ചെയ്യുന്നവർ, തൊഴിൽ ചെയ്യുന്നവർ കൈകളെ ഉയർത്തുங்கள். ബിസിനസ് ചെയ്യുന്നവർ കൈ ഉയർത്തി പിടിച്ചേ. തൊഴിൽ ചെയ്യുന്നവർ കൈകളെ ഉയർത്തുங்கள். നിങ്ങളുടെ ബിസിനസ്സിനകത്തൊരു സക്സസ് ഉണ്ടാകാൻ പോകുന്നു. உங்கள் தொழிலில் ஒரு பெரிய ஜெயம், ஒரு வெற்றி கிடைக்க போகிறது. ഈ പറഞ്ഞ പ്രോഫസി സഭ ക്രോസ് ഓവർ ചെയ്യുമ്പോൾ, സഭை கடந்து செல்லும் അനുഭവത്തെ അടയും போது സഭയ്ക്ക് ദൈവം ഒരു പ്രോസ്പെരിറ്റി അനോയിന്റിംഗ് അയക്കും. கர்த்தர் சபைக்கு ஒரு செல்வ செழிப்பை கொடுப்பார். കരങ്ങളെ ശക്തിയോടെ അടിച്ചു പറഞ്ഞാട്ടെ. കൈകളെ തട്ടി சொல்லுங்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ക്രോസ് ഓവറിൽ ദൈവം ലിദിയെ പിടിക്കുന്നു, ആ ഭൂതം പിടിച്ചവളെ പിടിക്കുന്നു. ഹല്ലേലൂയ. പ്രിസ്കില്ലയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. അടുത്ത 16 മുതൽ 20 വരെ വായിക്കുമ്പോൾ ഒത്തിരി സ്ത്രീകളെ, സഹോദരിമാരെ ദൈവം റിവൈവലിന് വേണ്ടി അഭിഷേകം ചെയ്തെടുക്കുകയാണ്. இந்த கடந்து செல்லுதலின் அனுபவத்தின் போது கர்த்தர் லீதியாலை தொடுகிறார். கர்த்தர் அந்த பிசாசு பிடித்த பெண்ணை சுகமாக்குகிறார். அது மாத்திரமல்ல, நிறைய பெண்களை ஊழியத்திற்காக எழுப்புகிறார். அது மாத்திரமல்ல, பிரிஸ்கிலாவையும் கர்த்தர் தொடுகிறார். ഹല്ലേലൂയ. എന്നോട് ആത്മാവ് പറയുന്ന ഒരു പ്രോഫസി അപ്പോസ്തല പ്രവൃത്തി സഭയിൽ വെളിപ്പെടാൻ പോകുന്നു. கர்த்தர் சொல்லுகிறார், அப்போஸ்தல ஊழியம் சபையில் வெளிப்பட போகிறது. കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ടെ. കൈകളെ തട്ടി കർത്തരെ സ്തുതിയുங்கள். സഭയ്ക്കുള്ള ദൂത് ആക്ട്സ് ചാപ്റ്റർ 16 to 20, അപ്പോസ്തല പ്രവൃത്തി 16 മുതൽ 20 അധ്യായത്തിനകത്ത് എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം ന്യൂ ലൈഫ് ചർച്ചിൽ നടക്കാൻ പോകുന്നുവെന്ന് ആത്മാവെന്ന് പകലാലോചന അറിയിക്കുന്നു. அப்போஸ்தலர் 16 முதல் 20 அதிகாரம் வரை நடந்த அத்தனை காரியங்களும் நியூ லைஃப் சர்ச்சில் நடக்க போகிறது என்று கர்த்தருடைய ஆவியானவர் சொல்லுகிறார். ക്രോസ് ഓവർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ക്രോസ് ഓവറിലാണ് പൗലോസും ശീലാസും ജയിലിനെ ബ്രേക്ക് ചെയ്യുന്നത്. இந்த கடந்து செல்லுதலின் அனுபவத்தில் தான் பவுலும் சீலாவும் சிறைச்சாலை கதவை உடைக்கின்றனர். ഹല്ലേലൂയ. അപ്പോൾ കാരാഗ്രഹത്തിനകത്ത് കിടന്നത് ആരാണ്? சிறைச்சாலையில் இருந்தது யாரு? ശ്രദ്ധിക്കണം. കേവലം ഒരു പാട്ട് പാടിയപ്പോൾ ജയിൽ ബ്രേക്ക് ആയെന്ന് ചിന്തിക്കരുത്. ஒரு பாட்டு பாடினதுனால ஜெயில் உடைந்தது என்று நினைக்காதீர்கள். അതിനു മുമ്പും പാട്ട് പാടിയിട്ടുണ്ട്, ജയിൽ ഉടഞ്ഞില്ല. அதற்கு முன்பும் பாட்டு பாடியிருக்காங்க, ஆனா ஜெயில் உடையவில்லை. സഭയ്ക്കകത്ത് ഈ ജയിലിനകത്ത് കിടന്ന ആരെന്നറിയാമോ? சபை ஜெயிலுக்குள்ள யார் இருந்தாங்க தெரியுமா? ഒന്ന് അപ്പോസ്തലൻ, ஒன்று அப்போஸ்தலன், 2 പ്രവാചകൻ, இரண்டாவது தீர்க்கதரிசி. ഹല്ലേലൂയ. ஹல்லேலூயா. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, பக்கத்துல இருக்கிறவங்களுக்கு கை கொடுத்து சொல்லுங்க. പൗലോസ് അപ്പോസ്തലനായിരുന്നു. பவுல் அப்போஸ்தலனாயிருந்தான். ഷീലാസ് പ്രോഫറ്റ് ആയിരുന്നു. சீலா தீர்க்கதரிசியாயிருந்தான். ഒരു അപ്പോസ്തലിക്കൽ പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് എവിടെയുണ്ടോ അവിടെ സകല മതിലുകളും ഇടിഞ്ഞു വീഴും, സകല ജയിലുകളും ബ്രേക്ക് ആകും. യു ആർ ദ ജയിൽ ബ്രേക്കർ. அப்போஸ்தலரும் ஒரு தீர்க்கதரிசி ஊழியரும் எங்க இணைகிறார்களோ அங்கு எல்லா கதவுகளும் உடைந்து போகும், எல்லா சிறைச்சாலை அனுபவங்களும் முறிந்து போகும். ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ജയിലിന്റെ അനുഭവം വരും, കുടുംബജീവിതത്തിൽ ജയിലിന്റെ അനുഭവം വരും, ജോലിയിൽ ജയിലിന്റെ അനുഭവം വരും, മിനിസ്ട്രിയിൽ ജയിലിന്റെ അനുഭവം വരും. ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഹസ്ബൻഡ് അപ്പോസ്തലനാണെങ്കിൽ വൈഫ് പ്രോഫറ്റ് ആയിരിക്കണം.
உங்கள் குடும்பத்தில், உங்கள் வேலையில், உங்கள் தொழிலில், உங்கள் சபையில், உங்கள் ஊழியத்தில் சிறைச்சாலையின் அனுபவங்கள் நிறைய கடந்து வரும். அதை மேற்கொள்ள வேண்டுமானால் கணவன் அப்போஸ்தலனாகவும் மனைவி தீர்க்கதரிசியாகவும் இருக்க வேண்டும். യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന് വിരോധമായി പിശാച് കെട്ടിപ്പറ്റിയിരിക്കുന്ന സകല ജയിലുകളെയും ബ്രേക്ക് ചെയ്യുന്ന ഒരു അഭിഷേകം, உங்கள் பொருளாதார நிலைக்கு விரோதமாக கட்டி வைத்திருக்கிற எல்லா சத்துருவின் கட்டுகளையும் உடைக்கின்ற அபிஷேகம். ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജയിൽ ബ്രേക്കായി. കണ്ടോ, ജയിൽ ബ്രേക്കായി. ഈ ജയിലൊക്കെ ബ്രേക്ക് ആവുന്നത് റിവൈവലാണ്. ലിദിയ മാനസാന്തരപ്പെട്ടത് റിവൈവലാണ്. ഭൂതം ബാധിച്ച സ്ത്രീ സൗഖ്യമായത് റിവൈവലാണ്. சிறைச்சாலை கதவு உடைந்தது எழுப்புதல். லீதியா ரட்சிக்கப்பட்டது எழுப்புதல். ഭൂതം പുറത്തുപോയത് റിവൈവൽ. பிசாசானவன் ஓடி போனது எழுப்புதல் ஆகும். ഹല്ലേലൂയ. ഭൂതം ബാധിച്ച സ്ത്രീയുടെ തലമുടിയെ പിടിച്ച് കറക്കി പോ 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 എന്ന് പൗലോസ് പറഞ്ഞില്ല. பவுலானவன் அந்த பிசாசு பிடித்த பெண்ணை பிடித்து முடியை பிடித்து போ போ என்று சுற்றவில்லை அவளை. ഹല്ലേലൂയ. ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ, ഭൂതം പോയി. பவுல் ஒரு பார்வைதான் பார்த்தார், பிசாசானவன் ஓடி போனான். ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കിയതേ ഉള്ളൂ, ഭൂതം പോയി. பவுல் திரும்பிதான் பார்த்தான், பிசாசு ஓடி போயிற்று. എല്ലാരും പറഞ്ഞേ, ഭൂതമാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. പറഞ്ഞേ, எல்லாரும் சொல்லுங்கள், பிசாசானவன் நம்மளை ஃபாலோ பண்ணுகிறான். ഇപ്പൊ ഭൂതത്തെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. சில பேர் பிசாசை பின்தொடர்ந்து கொண்டிருக்கிறார்கள். ഹല്ലേലൂയ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം ഭൂതത്തെ ഫോളോ ചെയ്ത് പോവുക. ഭൂതത്തെ ഫോളോ ചെയ്ത് ஊழியம் செய்யறவங்க எல்லாம் பிசாசை பின்தொடர்ந்து போய் கொண்டிருக்கிறார்கள். ഹല്ലേലൂയ. പിശാച നിന്നെ ഫോളോ ചെയ്തു വരുന്നത്. பிசாஸ் தான் உங்களை பின்தொடர வேண்டும். ഹല്ലേലൂയ. നീ തിരിഞ്ഞു നോക്കിയാൽ മതി, ഭൂതം നിന്നെ വിട്ടു പോകും. நீங்கள் திரும்பி பார்த்தா போதும், பிசாசானவன் உங்களை விட்டு கடந்து போவான். എല്ലാരും കണ്ണി കൈവച്ച് നിന്റെ കണ്ണിനകത്തൊരു പവർ ഉണ്ട്, അനോയിന്റിംഗ് പവർ ഉണ്ട്. നിന്റെ സൈറ്റിനകത്ത് கண்கள் மேல் கை வைங்க. உங்க கண்கள்ல ஒரு அபிஷேகம் உண்டு. ഒരു ഐ, നിന്റെ സൈറ്റിനകത്തൊരു ഭയങ്കര അനോയിന്റിംഗ് പവർ ഉണ്ട്. உங்கள் பார்வையில் ஒரு பயங்கரமான அபிஷேகம் உள்ளது. നീ നോക്കിയാ മതി, വീൽ ചെയറിൽ വരുന്നവൻ എഴുന്നേൽക്കും. நீங்கள் பார்த்தால் போதும், விழுந்து கிடக்கிறவர்கள் எழுந்திருப்பார்கள். ഹലോ, അങ്ങനെ ഒരു മിനിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ അത് ചെയ്യും. அப்படி ஒரு ஊழியம் செய்ய പാസ്റ്റർ നിങ്ങൾ അത് ചെയ്യും. பாஸ்டர் நீங்க அதை செய்வீர்கள். അക്കാ, പൗലിനക്കാ, നിങ്ങൾ അത് ചെയ്യും. அக்கா நீங்க அதை വീൽ செய்வீர்கள். ചെയറിൽ വരുന്നവനെ നീ സൂക്ഷിച്ചു നോക്കും, അവന്റെ നരിയാണി ഉറച്ച് എഴുന്നേറ്റ് നിൽക്കും. வீழ்ந்து வருகிறவர்கள் உங்கள் பார்வை பார்த்தால் போதும், அவர்கள் எழுந்து நிற்பார்கள். ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. சிறைச்சாலை காவலனுடைய குடும்பம் ரட்சிக்கப்பட்டது. ഹല്ലേലൂയ. ജയിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ஜெயில் தொடர்ந்து கடக்கிறத பார்த்து അവൻ പേടിച്ച് ഊഹിച്ച് ഡൗട്ട് അടിച്ച് വാളൂരി സ്വയം കുത്തിമരിക്കാൻ ശ്രമിച്ചു. அவன் பயந்து போய், மிகவும் பயந்து போய் தன்னுடைய வாளை எடுத்து தன்னைத்தானே காயப்படுத்திக் கொள்ள நினைத்தான். ഇതൊരു പാരമ്പര്യ ബന്ധനം ഉടഞ്ഞു പോയതാ കേട്ടോ. இது ஒரு பாரம்பரிய பாண்டேஜ். ഹല്ലേലൂയ. ഫിലിപ്പി വാർ 1 വാർ 2 നടക്കുമ്പോൾ, பிலிப்பி போர் 1-2 நடக்கும்போது, അലക്സാണ്ടറിന്റെ പിതാവാണ് ഫിലിപ്പ്. അലക്സാണ്ടറുடைய தகப்பன் தான் பிலிப்பு. അമ്മ ഒരിക്കൽ ഇവൻ യുദ്ധത്തിൽ തോറ്റെന്ന് സംശയിച്ച് ഫിലിപ്പി വാളെടുത്ത് സ്വയം കുത്തി മരിക്കുക ചെയ്തത്. பிலிப்பு என்பவன் தான் யுத்தத்தில் தோற்று விட்டான் என்று நினைத்து தன்னுடைய வாளால் தன்னைத்தானே குத்தி மரித்து போனான். ഈ സൂയിസൈഡ് സ്പിരിറ്റ് ആണ് കാരാഗ്രഹ പ്രമാണിയുടെ മേൽ വ്യാപരിച്ചത്. இந்த தற்கொலை ஆவிதான் அந்த சிறைச்சாலை காவலனிடத்தில் வந்தது. അതിനെ പൗലോസ് ബ്രേക്ക് ചെയ്തു. அதை பவுல் முறித்து போட்டான். നീ പോയാൽ സൂയിസൈഡ് സ്പിരിറ്റുകൾ മാറിപ്പോകും. நீங்க போயா அந்த தற்கொலை எண்ணங்கள் ஆவிகள் மாறி போகும். ഹല്ലേലൂയ. ஹல்லேலூயா. പ്രൈസ് ദി ലോർഡ്. ക്രോസ് ഓവർ. கடந்து செல்லுதல். ക്രോസ് ഓവർ. கடந்து செல்லுதல். എത്ര പേർക്ക് ഈ അഭിഷേകം വേണം? எத்தனை பேருக்கு இந்த அபிஷேகம் வேண்டும்? എത്ര പേർ ആഗ്രഹിക്കുന്നു? எத்தனை பேர் வாஞ்சிக்கிறீர்கள்? ഹല്ലേലൂയ. പരിശുദ്ധാത്മ വലിയ കാര്യം ചെയ്യാൻ പോവാ. கர்த்தர் பெரிய காரியங்களை செய்ய போகிறார். ഒരിക്കൽ വെസ്റ്റിൽ നിന്ന് സകല രാജ്യങ്ങളെയും കീഴടക്കിയ ഒരുത്തന്റെ പേരാ അലക്സാണ്ടർ എന്ന് പറയുന്നത്. அலெக்சாண்டர் என்பவன் வெஸ்டிலிருந்து பல ராஜ்யங்களை தன் கைக்குள் கைப்பற்றினவன். പ്രൈസ് ദി ലോർഡ്. ഈസ്റ്റിൽ നിന്ന് ദൈവം ഒരുത്തനെ അഭിഷേകം ചെയ്ത് വെസ്റ്റിലോട്ട് അയച്ചു.
ஈஸ்டில் இருந்து ஒருத்தரை அபிஷேகித்து கர்த்தர் வெஸ்டுக்கு அனுப்பினார். അവന്റെ പേരാണ് പൗലോസ്. அவருடைய பெயர் தான் பவுல். അവൻ ഈസ്റ്റിനെയും വെസ്റ്റിനെയും എല്ലാം പരിശുദ്ധാത്മാവിനാൽ പിടിച്ചെടുത്തു. அவன் ஈஸ்ட் வெஸ்ட் எல்லாவற்றையும் பரிசுத்த ஆவியினால் கைப்பற்றினான். ஆமென். ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് അയർലൻഡിൽ അയക്കുന്നത് கர்த்தர் உங்களை அபிஷேகித்து அயர்லாந்துக்கு அனுப்பி இருக்கிறார். ഒരു അലക്സാണ്ടറിനെ പോലെ, ஒரு அலெக்சாண்டரை போல, ഒരു പൗലോസിനെ പോലെ, ஒரு பவுலை போல ചില പട്ടണങ്ങളെ പിടിച്ചെടുക്കുവാൻ, சில பட்டணங்களை நீங்கள் பிடித்தெடுக்க ഒരു അഭിഷേകം ദൈവം അയക്കാൻ പോവുക. கர்த்தர் ஒரு அபிஷேகத்தை உங்களுக்கு அளிக்க போகிறார். Close your eyes.